എന്നോട് ചില ആൾക്കാർ പറയും സാക്ഷ്യം പറയണമെന്ന് നിർത്താൻ പറ്റുമോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ കോമൺ പ്ലാറ്റ്ഫോം. ജനങ്ങളുടെ ദൈവാനുഭവങ്ങൾ പറയാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുക്കുന്നതാണ്. അതൊക്കെ ജോസഫത്തിന് അംഗീകരിക്കുന്നതൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിരിക്കും അത് സ്വകാര്യമായ ദൈവാനുഭവമല്ലേ. അപ്പം സ്വകാര്യമായ ദൈവാനുഭവം. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞാൽ അവർ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം അമ്മേ, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റക്കാണ്, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞ്. വരുന്നുണ്ടെന്ന് അച്ഛനൊക്കെ പറയും, എല്ലാവരും പറയും, പക്ഷേ എനിക്ക് മനസ്സിലാവണമെന്ന് പറയും. അപ്പോൾ ഇവർ കണ്ണൂർ എത്തണമെങ്കിൽ 4 സ്ഥലത്ത് വെച്ചാണ് മഴവില്ല് വീശണത്. അവരത് ഇവിടെ വന്ന് പറയുമ്പോൾ ഞാനത് നിങ്ങളോട് പറയും, പക്ഷേ ആഫ്റ്റർ ഓൾ അതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ് അവരുടേത്. ആ മഴവില്ല് മാതാവ് തന്നെയായിരുന്നോ, മാതാവിൻ്റെ സന്ദേശമായിരുന്നോ, ഇവർക്കുള്ളതായിരുന്നോ, ഇവർ കണ്ടതായിരുന്നോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്താ കാര്യം? എനിക്കത് പറയണതിന് പരിമിതികളുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീലിംഗ് ലെവലാണ് വിഷയം, അവരുടെ ഫീലിംഗ് ലെവലാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബർ 15 ജോമോളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡിസംബർ 15 വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. അതൊക്കെ മുമ്പ് തന്നെ ഈ സിൽവർ ഗ്രേയിൽ അമ്മ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞ്, കൊച്ചാവേ വീട്ടിലോട്ട് വരണില്ലേ എന്ന് ചോദിച്ചു. അതാണ് സ്വരം കേൾക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതെന്താ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടനെ എഴുന്നേറ്റ് ബൈബിൾ നോക്കി. അപ്പോൾ സക്കറിയാവിൻ്റെയും ബലിപീഠത്തിൻ്റെയും ദേവാലയത്തിന് ഇടയിൽ വെച്ച് വധിക്കപ്പെട്ട സക്കറിയ എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ദേവാലയത്തിൻ്റെ വിഷയം ബലിപീഠമാണ് വിഷയം എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസം ഇവിടെ ഛർദിലൊക്കെ ഇട്ട് ഭയങ്കര ഛർദിലും അല്ലാത്ത പനിയൊക്കെ ആയിട്ട് കിടപ്പരുന്നു. ശുശ്രൂഷയ്ക്ക് വരും, ഞാൻ നിങ്ങളെ അറിയിക്കത്തില്ല. ഇവിടെ ഒരു 1-2 പേർക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ കുർബാന ചെല്ലത്തില്ല. കുർബാന ചെല്ലാതെ ഞാൻ സൈഡിലിരിക്കേ ഉള്ളു. അലക്ഷ്യത്തിനാണ് കുർബാനയിലുള്ളത്. അപ്പോൾ ഒരാഴ്ച മൊത്തം കുർബാന ചെല്ലിയില്ല, ഞാൻ കുർബാന കൂടുകയാണ് ചെയ്തത്. അപ്പം അത് ബലിപീഠത്തിലേക്ക് വരുന്നില്ലെന്നാണ് ചോദിക്കണത്. അപ്പം നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അമ്മ ശ്രദ്ധിക്കാണ് പോണത്. ഇതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്, ഇതിനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമായ അനുഭവമാണ്. എനിക്കും അമ്മയ്ക്കും ഇൻ ബിറ്റ്വീൻ അസ് ഇതിൻ്റെ ഒരു വെലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഓക്കെയാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് ഓക്കെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയണത് എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അവരുടെയൊക്കെ നിലവാരമനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസാണ് ദൈവം തരുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. എന്താ കാര്യം? അതൊരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. ഒരു ഭക്തൻ ഭഗവാൻ തമ്മിലുള്ള ആധ്യാത്മികതയല്ല. ഉടമ്പടി പങ്കുവെക്കുന്നത്, കാഴ്ചവെക്കുന്നത് ഒരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിക്കുന്നതിൻ്റെ വിഷയത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ പറയുന്നത് പോലെ തന്നെ, അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയല്ല. അവൻ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ലോകം മുഴുവനും പോകണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് ഈ ഉടമ്പടിയിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്, സുവിശേഷ കൈമാറ്റത്തിന്. അതാണ് ഈ ജിയോ ചെയ്യണത്. എന്താ ചെയ്യണത്? എല്ലാ വീടുകളിലും നടന്നിട്ട് ഇനി വേറെ ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്യും. പുള്ളിക്കാരൻ ചെയ്യണത് പുള്ളിക്കാരും വൈഫും കൂടി ഒരു
100 കുടുംബങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് ഒരു മാസത്തെ ആഹാര സാധനങ്ങൾ കൊടുക്കും. ഓരോ കുടുംബങ്ങൾക്കും, ദത്തെടുത്ത കുടുംബങ്ങൾക്കെല്ലാം ഒരു മാസം ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും, വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ജിയോ ഇവിടെ ഉടമ്പടി ഒപ്പിടുമ്പോൾ തന്നെ ഉടമ്പടി ഓക്കെയാവും. എന്താ കാര്യം, ഇതൊക്കെ ഇവൻ ചെയ്യുമെന്നുള്ളത് അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയും. അതാണ് വിഷയം. അത് വിഷയമാണ്. ഒന്ന്, അയാളുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി അയാൾ, പിന്നെ ഇത് കൂടാതെ വേറെ കാര്യം കൂടെ ചെയ്യും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ആഴ്ചയിലൊരിക്കൽ അഖണ്ഡ ജപമാലയും ചെല്ലും, 1000 മണി ജപമാല. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം 4 ജപമാല ചെല്ലും, ഒരാഴ്ചയിൽ അഖണ്ഡ ജപമാലയും ചെല്ലും. 100 കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒരു മാസത്തേക്കാണ് ഒരു കുടുംബത്തിന്. 200 കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഈ കൊമേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊമേഴ്സ്, വിനിമയം എന്ന് പറയേണ്ടത്. ഇത് ദൈവത്തിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യുന്ന കാരണം, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടും ആത്മാക്കളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ വിനിമയ മൂല്യം അമൂല്യമാണ്. ദൈവത്തിന് ഇങ്ങോട്ട് തരാനേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് ദൈവം തന്നിരിക്കണ, അയാൾക്ക് കൊടുത്തിരിക്കണത് എന്താണ്? അയാൾ ആ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കേസ്, ഒരു ദിവസം കേസുകൾ കമ്മീഷൻസ് വെച്ച്, ലീഗൽ കമ്മീഷൻസ് വെച്ചു. ആ ലീഗൽ കമ്മീഷൻസിൽ ഒരു കമ്മീഷൻ ഇയാളെ തെറ്റുകാരനായിട്ട് കണ്ടു, മറ്റേ കമ്മീഷൻ അയാളെ തെറ്റുകാരനല്ലെന്ന് കണ്ടു. കേസ് മുന്നോട്ട് പോയി. പക്ഷെ ഒരു സമയത്ത് എന്താ പറഞ്ഞ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, ജിയോ, യുവർ കേസ് സ്റ്റാൻഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് തള്ളിപ്പോയിരിക്കണമെന്ന്. അപ്പം ഇതാണ് വിഷയം. അപ്പം ഈ വിഷയം ചെയ്യുമ്പോഴും ജിയോക്ക് കൊടുത്തിരിക്കുന്നത് ഒരു കേസ് തള്ളിപ്പോയത് തന്നെയാണ്. പക്ഷെ ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. എൻ്റെ പേര് ദിവ്യ, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും 3 വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ഫലം നൽകിയതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോടും ഈശോയോടും പറഞ്ഞാൽ തീരത്തില്ല. 2022 ഞാൻ GNM നേഴ്സിംഗ് പാസ്സായി. പക്ഷേ ഈ GNM നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജർമ്മൻ ഭാഷ പഠിച്ച് എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന്. കാരണം എൻ്റെ വീട്ടിൽ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ്. 10-15 ലക്ഷം രൂപ കടമുണ്ട്, ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇത് ഇത്രയും പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്നെനിക്കറിയത്തില്ല. GNM പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. പപ്പ പറയുന്നത് നീ ഉടനെ ജോലിക്ക് എവിടെയെങ്കിലും കയറണം. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് 2 ലക്ഷം രൂപയോളം വരും ഇതിന് ചിലവ്. അതിനൊന്നും കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് പപ്പ പറഞ്ഞു നീ ജോലിക്ക് കയറിക്കോ. അങ്ങനെ ഞാൻ മിംസ് ആശുപത്രിയിൽ കോഴിക്കോട് ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈ സാലറി കൊണ്ടൊന്നും എൻ്റെ കടം തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വിദേശത്ത് പോകണം, അതും ജർമ്മനിക്ക് തന്നെ പോകണം. അതെൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, നീ കൃപാസനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥന, അത് നീ 9 ദിവസം കൂടാൻ പറഞ്ഞു. ഞാൻ ഈ 9 ദിവസം രാവിലെ എണീറ്റ് 5:30 എണീറ്റ് ഈ കൃപാസന പ്രാർത്ഥന കൂടും. അന്നൊരു കൃപാസനത്തിൻ്റെ ഒരു ആപ്പും ഉണ്ട്. ആ ആപ്പിൽ ഞാൻ നിയോഗമായും ഇത് എഴുതിയിടും. അങ്ങനെ 2023 9 ദിവസം പ്രാർത്ഥന കഴിഞ്ഞില്ല. അതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, എടി നമ്മുടെ ഒരു കസിനച്ഛൻ ജർമ്മനിക്ക് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്, അതും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ്, നീ ഒന്ന് അച്ഛനോട് ചെന്ന് ചോദിച്ചു നോക്കാൻ. എനിക്ക് ഈ അച്ഛനെ അറിയില്ല, എൻ്റെ കസിനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനായി പോയതാ. അങ്ങനെ
ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുവാണ്. അച്ഛ, എനിക്കിങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, GNM-കാരെ കൊണ്ടുപോകില്ല, BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് പപ്പേനോട് പറഞ്ഞു, പപ്പ ഞാൻ പോസ്റ്റ് BSc എടുക്കുക, ഞാൻ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് ഞാൻ പോസ്റ്റ് BSc എടുത്തോളാം, ഒരു പൈസ പോലും പപ്പ മുടക്കണ്ടേ, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ പപ്പേന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോ, കടം തീർക്കണം, നിനക്കറിയാമല്ലോ നിൻ്റെ അനിയത്തിയും ഇങ്ങനെ നിൽക്കുവാന്ന്. അങ്ങനെ ഞാൻ പോസ്റ്റ് BScക്ക് ഡേറ്റ് എടുത്തു. പിന്നെയും അമ്മ പറയുക, നീ ഒന്നും കൂടി പ്രാർത്ഥിച്ചു നോക്ക്, നടക്കും, ഇത് നടന്നിരിക്കും, മാതാവിൽ നീ വിശ്വസിക്കുക, നീ ജനിച്ച് വളർന്നത് മാതാവിൻ്റെ ഒപ്പമല്ലേ, നിനക്ക് സാധിച്ചു കിട്ടും. പിന്നെയും ഞാൻ കൃപാസനത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന തുടങ്ങി. പ്രഭാത പ്രാർത്ഥന ചൊല്ലി 2ാമത്തെ ദിവസമായപ്പോൾ ഈ അച്ഛൻ തന്നെ എന്നെ തിരിച്ചു വിളിക്കുവാണ്, നീ പോസ്റ്റ് BSc എടുത്തു എന്നറിഞ്ഞല്ലോ, നീ വന്ന് 2 വർഷം, നീ ഡിസ്റ്റൻ്റ് ആയല്ലേ എടുക്കുന്നത്, 2 വർഷം ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുക, പോസ്റ്റ് BSc കഴിയുമ്പോഴേക്കും ജർമ്മൻ ഭാഷ പാസ്സായ കഴിയുന്ന പാഠം നിനക്ക് വിദേശത്ത് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതം. കാരണം ഈ അച്ഛനെ എനിക്കറിയത്തില്ല, ഈ അച്ഛന് ഒരാവശ്യമില്ല എന്നെ കൊണ്ടുപോകണമെന്നും പിന്നെ ജർമ്മൻ പഠിപ്പിക്കണമെന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നൊന്നും. പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, നിന്നെ കൊണ്ടുപോയിക്കോളാം, നീ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞ്. ഈ 2 വർഷം അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി നിർത്തി. ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി വന്ന് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറിയതിന് ശേഷമാണ് ഞാൻ 2022 ഡിസംബർ 29 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. 2024 ഞാൻ പഠിത്തം കഴിഞ്ഞ് 2024 ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കും. ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയേക്കുന്നത്. 1 മാസമൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ വചനം വായിക്കൽ അരമണിക്കൂർ, കാമണിക്കൂറായി, 10 മിനിറ്റായി. വചനം വായിക്കൽ പുറകോട്ട് വന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, അതൊക്കെ നടക്കും. പക്ഷേ പ്രാർത്ഥനയിൽ ഞാൻ പുറകോട്ടാണ്. പലപ്പോഴും 5:30 എണീറ്റ് ഇരിക്കുന്ന പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എണീക്കുന്ന എപ്പോഴും അപ്പം പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആയി മാറി. ഞാൻ ഉഴപ്പിത്തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ എക്സാം ഗോവയിൽ ചെന്ന് എഴുതുവാണ്. 4 മൊഡ്യൂളും ഞാൻ എടുത്തു. 4 മൊഡ്യൂളും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി എഴുതുന്നതാണ്. എക്സാം ഫീസ് അവർ തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ പോയി ഞാൻ ഗോവയിൽ ചെന്ന് എക്സാം എഴുതി. റിസൾട്ട് വന്നു. ഞാനും വേറൊരു കൊച്ചും അല്ലാതെ ബാക്കി എല്ലാവർക്കും 3-4 മൊഡ്യൂൾ കിട്ടി. എനിക്കും ആ ഒരു കൊച്ചിനും അല്ലാതെ ബാക്കി എല്ലാവർക്കും കിട്ടി. എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ പറയും, അത്യാവശ്യം എഴുതാനും പെറുക്കാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് തോറ്റു എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പോസ്റ്റ് BScക്ക് പോയി. അതോടുകൂടി എനിക്ക് കൃപാസനത്തോടുള്ളൊരു വിശ്വാസം അങ്ങ് കുറഞ്ഞു. എന്തായാലും മാതാവിനെ അറിയുന്നതല്ലേ, എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നായിരുന്നു. കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് BSc കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, നീ പിന്നെയും പോകണം, നീ ആദ്യം ചെയ്ത ഉടമ്പടി നീ മോശമായിട്ടാണ് ചെയ്തത്, നീ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ച് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ച് ചെന്ന് പരീക്ഷ എഴുതി നോക്കാൻ. അങ്ങനെ പിന്നെയും ഞാൻ തിരിച്ചു വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാൻ ചെന്ന് കയറുകയല്ല, അടുത്ത ഒരു മൊഡ്യൂളിന് വേണ്ടി പിന്നെ എനിക്ക് ഗോവയിൽ തന്നെ കിട്ടി. അതൊരു അത്ഭുതം തന്നെ. ഞാൻ തോറ്റയിടത്തേക്ക് തന്നെ പോകുക, അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എന്നിട്ട് ഞാൻ പോയി, മാതാവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ പോകുന്നത്. അവിടെ ചെന്നു പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം എളുപ്പം, വായിച്ചിട്ടെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനെല്ലാം അറ്റൻഡ് ചെയ്തു, തിരിച്ചു പോന്നു. അമ്മേനോട് പറഞ്ഞു, അമ്മ ഈ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നീ നിന്നിൽ ആശ്രയിച്ചത് കൊണ്ടാണ് നീ തോറ്റതായിരുന്നത്, ഇനി നീ മാതാവിൽ ആശ്രയിച്ച് എഴുതി നോക്ക്, നീ പാസ്സാകും. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എനിക്ക് വായിച്ചാൽ മനസ്സിലാവും, എല്ലാം എനിക്ക് പറ്റും. പിന്നെ ഞാൻ മാതാവിൽ പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെല്ലും. പക്ഷെ ഞാൻ ഉഴപ്പിത്തുടങ്ങി. എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അങ്ങനെ പിന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടും ഡേറ്റ് കിട്ടുന്നില്ല, പിന്നെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ രോഗം, അമ്മയും പപ്പയും കിടപ്പിലായ പോലെ 2 പേർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിമിഷ്ടത്തിലായി. പപ്പ പറഞ്ഞു, ഇനി പഠിത്തം നിർത്തി, ഇനി പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഇനി നിർത്തിയില്ല, എൻ്റെ ആഗ്രഹം പകുതിയിൽ വെച്ച് നിൽക്കുമല്ലോ.
ഞാൻ പിന്നെയും മാതാവിനോട് പറയുക, മാതാവേ ഞാൻ തെറ്റ് ചെയ്തു, എനിക്കറിയാം, ഉഴപ്പിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനത മനസ്സിലാക്കണം, എൻ്റെ ബലഹീനതയിലാണ് ഈശോയുടെ കരം വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനതയാണ് ഞാൻ പാപം ചെയ്തു പോവുക എന്നത്, എന്നോട് ക്ഷമിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള ഒരച്ഛൻ, വിദേശത്തു നിന്നുള്ള അച്ഛൻ എന്നെ വിളിക്കുവാണ്. ആകെ എനിക്ക് 2-3 തവണ ആ അച്ഛനോട് മിണ്ടിയിട്ട് പോലും ഉള്ളൂ. ആ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ദിവ്യ ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ മുഖമാണ് കാണുന്നത്, എന്താ ഇത്ര സങ്കടം? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ പപ്പയും അമ്മയും കിടപ്പിലായി, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, പഠിത്തം നിർത്താനാണ് പറയുന്നത്, പക്ഷേ ഇതെൻ്റെ വലിയൊരാഗ്രഹം, എന്താ ചെയ്യുക അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് എവിടെയാണ് ഡേറ്റ് കിട്ടുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആകെ ഹ്യൂറൻ്റെ ഡേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഓപ്പൺ അല്ല. ഞാനിത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതിന് വരുന്ന ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം, നീ ഡേറ്റ് എടുത്തോളാം പറഞ്ഞു. ഞാൻ ഡേറ്റ് എടുത്തു, പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് എന്നാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അന്ന് തുടങ്ങി എനിക്ക് കിട്ടുന്ന പേപ്പറിൻ്റെ മുകളിൽ കുരിശ് വരയ്ക്കുന്ന പോലെ എൻ്റെ നെറ്റി തടത്തിൽ ഞാൻ എപ്പോഴും ഇവിടുത്തെ തൈലം തൊട്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. പോയി എക്സാം എഴുതി, ഞാൻ അതിനും പാസ്സായി. 3 ദിവസം കൊണ്ട് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അടുത്തത് അതേപോലെ തന്നെ അടുത്ത മൊഡ്യൂൾ കിട്ടണം. ഞാൻ അടുത്ത മൊഡ്യൂളിന് പോകുകയാണ്. എനിക്ക് കൊൽക്കത്തയിൽ ഡേറ്റ് കിട്ടി. അതും ഇങ്ങനെ പിന്നെ ഒരച്ഛൻ വഴി തന്നെ എന്നെ സഹായിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇനി എന്തായാലും ഉഴപ്പരുത്, നീ പഠിച്ചോ, നിനക്ക് കിട്ടും. ഞാൻ പോയി കൊൽക്കത്തയിൽ എക്സാം എഴുതി. അതായത് സ്പീക്കിങ് എനിക്ക് പാടായിരുന്നു, റൈറ്റിങ് എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് പാസ്സായി, റൈറ്റിങ്ങിന് ഞാൻ ഫെയിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പപ്പ പറയുന്നത് നിർത്തുന്ന. കാരണം ഇത് എത്ര പൈസയാണ് മുടക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് മാത്രം പോരല്ലോ, യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പപ്പ പറയുന്നത് നീ നിർത്തിക്കോ, ഇത് പറ്റില്ല, അനീത്തിനെയും പഠിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല. കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് എന്ത് ചെയ്യും മാതാവേ, എനിക്കൊരു വഴി കാണിച്ചാ. ഈ സമയത്തൊന്നും ഞാൻ പുതുക്കുന്നില്ല, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടേ ഇല്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പുതുക്കുന്നേ ഇല്ല ഉടമ്പടി. എനിക്ക് പിന്നെ ഡേറ്റ് കിട്ടി, 4 സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടി. ഞാൻ 4 എക്സാം എഴുതി, ഞാൻ 4 തോറ്റു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടി 11-നും 12-നും എൻ്റെ റിസൾട്ട് വന്നു. 11-നും 12-നും ഞാൻ തോറ്റു. അങ്ങനെ 7 തവണ ഞാൻ റൈറ്റിങ്ങിന് തോറ്റു. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആകെ തകർന്നു പോയി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി, ഇതിൻ്റെ പേരിൽ വഴക്കായി, ബഹളമായി. കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടമാണ്, പൈസ ഒന്നുമില്ല, എല്ലാം കെട്ടുതാലി വരെ ഊരി വെച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വിടുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിർത്താൻ പറയുന്നതിന് ഞാനൊരു ഇതും പറയില്ല. അങ്ങനെ ഞാൻ പിന്നെ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടി ഉടമ്പടി പുതുക്കുക. പപ്പ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കാനൊന്നും പോകണ്ട. അമ്മ പറഞ്ഞു, ചേട്ടായി ഒന്നും കൂടി നോക്കി, ഇവളുടെ ഭാഗത്ത് എന്തോ തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇവൾ പോയി പുതുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും കിട്ടും, 100% ഉറപ്പ്. ഞാൻ തിരിച്ചിവിടെ വന്നു. മാതാവിനോട് ഇവിടെ ഇരുന്ന ഞാൻ കരയുന്നത്, കരഞ്ഞ് ഒരു ഉച്ച വരെ ഞാൻ കരഞ്ഞു. മാതാവേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇനി ചെയ്തോളൂ, ഇനി ഞാൻ ഉഴപ്പില്ല, 100% ഉഴപ്പില്ല, ഇത് ഞാൻ വാക്ക് തരുന്നതാണ്. ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. അച്ഛൻ എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് ഞാൻ പാസ്സാകുമെന്നായിരിക്കും അച്ഛൻ ആ നോക്കിയതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞ് ഞാൻ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഡേറ്റ് സെപ്റ്റംബർ മാസം അവസാനമേ ഡേറ്റ് കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ജൂലൈയിൽ കഴിഞ്ഞിട്ട് നിൽക്കുക, എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി ഒരു എക്സാം എടുക്കണമെങ്കിൽ ഞാൻ സെപ്റ്റംബർ ആവണം. സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് ഫെബ്രുവരിയിൽ ഇൻടേക്കിന് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു ഇൻടേക്കിൽ 15 പേരെ കൊണ്ടുള്ളൂ. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3 വർഷം കഴിഞ്ഞു ഈ ജർമ്മൻ ഭാഷയുടെ പുറകെ പോയിട്ട്. അപ്പോൾ ഇനിയും താമസിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? സെപ്റ്റംബറിലേ ഡേറ്റ് ഉള്ളൂ. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു ഡേറ്റ് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ മാതാവേ. അങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഇതെടുത്ത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് റീഓപ്പണായി. അതിൽ ഒരേ ഒരാൾക്ക്, ഞങ്ങൾ കുറേ പേര് വെച്ച്, പക്ഷെ ഒരേ ആൾക്ക്, അതെനിക്ക് മാത്രം അവിടെ സീറ്റ് കിട്ടി. ഞാൻ ജൂലൈ 26-ന്, സെപ്റ്റംബറിൽ എഴുതേണ്ട ഞാൻ ജൂലൈ 26-ന് എക്സാം എഴുതാൻ പോവാ. ഈ എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക്
ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നത്. എനിക്കറിയില്ല കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നതെന്നൊന്നും. പക്ഷേ കൃപാസനം എത്താറായി കഴിഞ്ഞപ്പോൾ ഈ കണ്ടക്ടർ വിളിച്ച് പറയുകയാണ്, കൃപാസനത്തിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിക്കോ എന്ന്. ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആകെ ആ മുന്നിലെ മാതാവിനെ മാത്രം എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഉറപ്പാണ്, 100% ഉറപ്പാണ് ഞാൻ പാസ്സാവും, 100%. കാരണം മാതാവിനെ കാണാൻ പറ്റിയിട്ടല്ല ഞാൻ പോകുന്നത്. അന്നാണ് എൻ്റെ എക്സാം, ഉറപ്പായിട്ടും ഞാൻ ജയിക്കും. അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷേൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല കോൺഫിഡൻസാണ്, കാരണം ഞാൻ നന്നായി എഴുതുന്നുണ്ട്, ഒരക്ഷരത്തെറ്റ് പോലും ഇല്ല. എനിക്ക് 100% ഉറപ്പാണ് ഞാനിത് പാസ്സാവും. ചോദ്യമൊക്കെ വായിച്ചിട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ പിടി കിട്ടുന്നില്ല, പക്ഷെ ഞാൻ എഴുതും. പക്ഷെ മാതാവ് പറയുന്ന ഉള്ളിലിരുന്ന് മാതാവ് തന്നെയാണ് അത് പറഞ്ഞേ. മാതാവ് പറയാണ്, നീ എഴുതിയത് വെട്ടിക്കോ. നിങ്ങൾക്കറിയാൻ ജർമ്മൻ എഴുതിയവർക്കറിയായിരിക്കും, ഒരു പരീക്ഷ പേപ്പറിൽ ഒരു കുത്തോ പോയിൻ്റോ നമ്മൾ വെട്ടുകയോ പറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ടും തോക്കുന്നു, 100% ഉറപ്പാണ്. അത്രയും ക്ലിയറായി എഴുതിയിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ എഴുതിയിട്ട് 45 മാർക്കോട് കൂടി ഞാൻ തോറ്റവളാണ്. അങ്ങനെയുള്ളപ്പം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും, 100% ഉറപ്പ്. ഞാൻ എന്നിട്ടും മാതാവിന് വിട്ടുകൊടുത്തു. എന്തായാലും മാതാവ് പറയുന്നതല്ലേ. ആ സമയത്തൊക്കെ ഭയങ്കര എൻ്റെ മുല്ലപ്പൂവിൻ്റെ മണമാട്ടോ, ഭയങ്കര മുല്ലപ്പൂ. എൻ്റെ അടുത്ത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതെല്ലാം വെട്ടി ഞാൻ പിന്നെ എഴുതി. ഞാൻ ഇറങ്ങിയ പാട് പപ്പേനോട് പറഞ്ഞു, പപ്പ ഞാൻ തോക്കും കേട്ടോ, ഇതിന് ഞാൻ തോക്കും, പപ്പ എന്നോടൊന്നും പറയരുത്, ഞാൻ പഠിത്തം നിർത്തി, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കോളാം എന്നും പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നത്. 41 ദിവസമാണ് തിരുവനന്തപുരത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ. എന്നോട് പപ്പ പറയണം വീട്ടിൽ. അപ്പോഴേക്കും പപ്പ തുടങ്ങി, നീ ജോലിക്ക് കയറി, നീ നോക്കുന്നില്ല ജോലിക്ക്. വിളിച്ചു ചോദിക്കുന്നു, ആരോടൊക്കെയോ വിളിച്ചു ചോദിക്കുന്നു, ജോലി പിന്നെ കൊച്ചിനിങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒട്ടും സഹി കെട്ടു. അപ്പോഴേ ഞാൻ അമ്മേനോട് പറയുന്നു, അമ്മയൊന്ന് പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും പിടിച്ച് കയറ്റും, എനിക്ക് വേറെ വഴിയില്ല. 41 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് അന്ന് ആദ്യമായിട്ട് 24 ദിവസം കൊണ്ട് വന്നു. വൈകുന്നേരം റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി. ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. അങ്ങനെ വെട്ടി എഴുതിയ സംഭവം എങ്ങനെ പാസ്സാക്കി തന്നു എനിക്കറിയത്തില്ല, എങ്ങനെ പാസ്സാക്കിയെന്ന്. പക്ഷെ ഞാൻ അവിടെ കയറുമ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഹാൾ ടിക്കറ്റും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പേന പോലും അവരാ തരുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മുടെ ശരീരം മുഴുവൻ പരിശോധിക്കും. ഒരു ലേഡി അവിടെ നിന്ന് നമ്മുടെ ശരീരം പരിശോധിക്കും. ഞാൻ എങ്ങനെയാണെങ്കിലും ആ ഉപ്പ് തൈലം ഞാൻ തലയിലും നെറ്റിയിലും നന്നായി തൊടും. അപ്പോൾ എനിക്ക് ആ തൈലം എന്തായാലും കയറുമ്പോൾ തൊടാൻ പറ്റും. ഉപ്പ് ഞാൻ എപ്പോഴും ജീൻസ് ഇടുക, അപ്പോൾ കുഞ്ഞി പോക്കറ്റുണ്ട്, അപ്പോൾ കുഞ്ഞി പോക്കറ്റിൽ ഇച്ചിരി എടുത്തിടും. പിന്നെ ആ കാശുരൂപവും കയറ്റണം, എനിക്ക് നിർബന്ധമാണ് കാശുരൂപം കയറ്റണത്. അങ്ങനെ ഞാൻ ജീൻസ് കെട്ടുന്ന ബെൽറ്റിൻ്റെ അടിയിൽ ജീൻസും ബെൽറ്റുമായിട്ടൊരു ഇതാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഞാൻ കയറി പരീക്ഷ എഴുതുന്ന സമയത്ത് വയറുവേദനയാകുന്ന പോലെ ഞാൻ എൻ്റെ വയറ് ഞെക്കിപ്പിടിക്കും. അപ്പോൾ അവർ കാണുന്നവരോർക്കും വയറുവേദനയായിട്ടായിരിക്കും ആ കൊച്ച് ഞെക്കിപ്പിടിക്കുന്നതെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിനെ പിടിക്കുന്നതാണ്. അങ്ങനെ എഴുതിയ എക്സാമാണത്. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എഴുതിയ പരീക്ഷ. അതിൽ പാസ്സാക്കിയത് ഉറപ്പായിട്ടും മാതാവ്, അല്ലാതെ ഞാൻ അതിലൊരിക്കലും ജയിക്കത്തില്ല, 100% ഉറപ്പ്. എൻ്റെ ഭാഗത്തുനിന്ന് അയോഗ്യതകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എന്നെ ജയിപ്പിക്കണമെങ്കിൽ മാതാവിനെ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. എന്നാലും ഫെബ്രുവരിയിൽ ഇൻടേക്കിന് പോകണമെങ്കിൽ ബഷേഡ് എന്ന് പറയുന്ന ഒന്ന് വരണം, അവിടുന്ന് വരേണ്ട ഒരിതാണ്. എൻ്റെ ഇത് മാത്രം വന്നില്ല. എൻ്റെ പുറകെ ജയിച്ചവരും മുന്നേ ജയിച്ചവരും എല്ലാവർക്കും ബഷേഡ് വന്നു, എനിക്ക് മാത്രം ബഷേഡില്ല. അപ്പം ഉറപ്പായി ഇനി അടുത്ത ഇന്ത്യക്കാരും പോകാൻ പറ്റില്ല. അപ്പം അമ്മ പറയാണ്, ഒക്ടോബർ മാസം ജപമാല മാസമാണ്, നീ മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കും, നിനക്ക് കിട്ടും. ഞാൻ ചെമ്പേരി അഖണ്ഡ ജപമാലയ്ക്ക് 30-ാം തീയതി കൂടിയും 30-ാം തീയതി ഞാൻ അഖണ്ഡ ജപമാലയിൽ ഇത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അത് ലൂർദ് മാതാവിൻ്റെ പള്ളിയാണെങ്കിലും ഞാൻ കൃപാസന മാതാവേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് മാതാവ് നിനക്ക് തന്നിരിക്കും ബഷേഡ്. അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ജപമാല റാലി പങ്കെടുക്കുകയാണ്. ഇവിടുത്തെയും ജപമാല റാലി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വീടിൻ്റെ അവിടെയുള്ള ജപമാല റാലി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബഷേഡ് വന്നു ഉടനെ തന്നെ പിന്നീട് എല്ലാം സ്പീഡിപ്പിലായിരുന്നു. എങ്ങനെ പറയുക, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടായിരുന്നു എൻ്റെ വിസ വരുന്നത്, പിറക്കുന്ന എല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസയ്ക്ക് പോവുകയാണ്. വിസയ്ക്ക് പോകുന്ന സമയത്ത്
ഞാൻ എൻ്റെ പേപ്പർ കൊണ്ട് ഇവിടുന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു സൈനോ കുത്തോ ഒന്നും നീ ഇടണ്ട, എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നീ എന്ത് ചെയ്യുക, വിസയ്ക്ക് ചെന്നാൽ മതിയെന്ന്. വിസയ്ക്ക് ചെന്ന് ഇരിക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ് കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്യേണ്ടെന്ന്, അത് ഞങ്ങളല്ല ഇടിയിപ്പിക്കേണ്ട, നിങ്ങളുടെ അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ടെന്ന്. അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാതെ എൻ്റെ പേപ്പറെല്ലാം അവർ മേടിച്ചു വെച്ചു. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഇടവക അച്ഛനെയും കൊണ്ട് എൻ്റെ പാസ്പോർട്ടും വിസയ്ക്കുള്ള സകല സാധനങ്ങളും അച്ഛനെയും കൊണ്ട് വെഞ്ചരിച്ചായിരുന്നു. അതേപോലെ ഉപ്പ്, എൻ്റെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിലും ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു. ഓരോ പേജിലും ഞാൻ ഇവിടുത്തെ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, നീ ആ കോൺട്രാക്റ്റ് സൈൻ ഇട്ടോ അല്ലെങ്കിൽ നിൻ്റെ വിസ റിജക്റ്റ് ആവുമെന്ന്. പക്ഷെ ഞാനിത് കേൾക്കുന്നില്ല, ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ എല്ലാവരും അവരെ കെട്ടിയെല്ലാം അവരെടുത്തു. അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് എൻ്റെ പേപ്പർ നോക്കിക്കോട്ടെ, ഞാൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ എന്നോട് നോക്കിയിട്ട് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് സാർ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറേ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, ഇത് വിസ റിജക്റ്റ് ആയിപ്പോയി, എനിക്ക് സഹിക്കില്ല സാറേ, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ആ സാറ് എൻ്റെ പേപ്പർ നോക്കി സകല ഇത് നോക്കി കോൺട്രാക്റ്റിൽ എന്നെ സൈൻ ചെയ്യിപ്പിച്ചു. വേറെയും പല സ്ഥലങ്ങളിലും സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 6-ാം തീയതി എനിക്കൊരു തെളിവ് വരണം, 8-ാം തീയതി എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടണം, 6-ാം തീയതി എനിക്കെൻ്റെ നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. 8-ാം തീയതി വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതിക്ക് ശേഷം പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ പോകുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയോളം മേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, കടമായിട്ടാണ് മേടിക്കുന്നത്. അപ്പം തിരിച്ചു കൊടുക്കണം. ഈ പകുതിക്ക് ശേഷം പോകുന്ന എനിക്ക് എങ്ങനെ അവളുടെ കടം വീട്ടാൻ പറ്റും? വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റില്ല, കടവും വീട്ടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നെ ഫെബ്രുവരിയിൽ ആദ്യം ഒന്ന് കൊണ്ടുപോകും മാതാവ് പ്ലീസ്, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും വിസ കിട്ടിയല്ലോ, അതുകൊണ്ട് ഫെബ്രുവരി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുവാണ്, ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനി ഞാൻ കാരുണ്യപ്രവൃത്തിയായി ചെയ്തത്, എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഞാൻ പഠിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഈ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണിക്കും, ഈ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരെ സഹായിക്കുമെന്ന്. അതിലേക്കൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ച് അതിലേക്ക് അയക്കുമായിരുന്നു. അതേപോലെ ഞാൻ എന്നേക്കാൾ കഴിവില്ലാതെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഞാൻ നോട്ട് എഴുതിയും അവരുടെ പറയുന്ന കേട്ടൊക്കെ അവരെ തിരുത്തിയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. അതേപോലെ എല്ലാ മാസവും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതേവരെ ഞാനൊരു കുർബാന അർപ്പിച്ചിട്ടില്ല. പക്ഷേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും ഓരോ കുർബാന അർപ്പിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ബി സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ 3 ക്രിസ്ത്യാനികളേ ഉള്ളൂ. ബാക്കി ആർക്കും ഈശോനെയും മാതാവിനെയും കുറിച്ച് അറിയില്ലാത്തവരായിരുന്നു. അവരോടൊക്കെ ഞാൻ ഈശോനെയും മാതാവിനെയും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിൽ പലരും ഇവിടെ വന്നിട്ട് ഉടമ്പടി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പത്രം വിൽക്കുമായിരുന്നു, രോഗികളെ സന്ദർശിക്കും, അവരെ കുളിപ്പിക്കുമായിരുന്നു. ഇതേപോലെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഏശയ്യാ 60:2, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിൻ്റെ മേലുദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഈ വചനം സത്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നെപ്പോലെ പഠിക്കുന്നവരും ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയം പഠിക്കുന്നവരോടും പറയുകയാണ്, ഒരു ദിവസം നിങ്ങളിവിടെ സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഉരുകി പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം എനിക്ക് പറ്റില്ല. 11 എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ മുടങ്ങിയെന്നറിയോ. എങ്ങനെ ഒരു പൈസ എടുക്കാനില്ലാത്ത എൻ്റെ വീട്ടുകാർ 11 എക്സാമിന് എന്നെ വിടുക, ഞാൻ പാസ്സാവുക, ഞാൻ ജർമ്മനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്.